പണ്ടത്തെ ചങ്കരൻ വീണ്ടും തെങ്ങുമ്പ കയറുന്ന ഒരു വെറൈറ്റി എപ്പിസോഡാണ്. അതിനു മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മാനസയുടെ മുറിയിലേക്ക് വരുൺ ആരും കാണാതെ എത്തിയിരിക്കുകയാണ്. തുടർന്ന് വരുൺ അവിടെ കണ്ട് മാനസാകെ കിളി പോയി നിൽക്കുകയാണ്, ഞെട്ടി നിൽക്കുകയാണ്. നീ എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുൺ പിന്നെ മാനസിയോട് നീ കാരണമാണ് എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തത്, അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം ഈ മുറിക്കകത്ത് നിനക്കൊപ്പം തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് മാനസിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് മാനസ വരുണ് തള്ളി മാറ്റുകയാണ്. തുടർന്ന് വരുന്ന ദേശത്തിൽ വീണ്ടും മാനസിയെ അടിച്ചു നിന്നിട്ട് വീണ്ടും മാനസിയോട് ഇത് തന്നെ പറയുകയാണ്. ഞാൻ ഇവിടുന്ന് പോകാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല മാനസ, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസയുടെ അമ്മ വന്നിട്ട് മാനസയുടെ വാതിൽ കൊട്ടുകയാണ്. അത് കണ്ട് മാനസ വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് മാനസ പിന്നെ വരുണോട് വരുണെ നീ എവിടെയെങ്കിലും ഒന്ന് കയറി കിടന്ന് ഒളിക്കാൻ പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മാനസ വരുണിന്റെ കൈ പിടിച്ച് ബലമായിട്ട് മാനസയുടെ കിടക്കിൽ കൊണ്ട് കിടത്തുകയാണ്. എന്നാൽ അത് കണ്ട് വരുണ് സന്തോഷമാവുകയാണ്. ഇത്രയും പെട്ടെന്ന് നീ എന്നോട് കിടക്കാൻ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മാനസ, വാ മാനസ നമുക്ക് ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് മാനസയെ ക്ഷണിക്കുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ വേഗം തന്നെ ഒരു പുതപ്പെടുത്ത് വരുണെ മൂടുകയാണ്. തുടർന്ന് മാനസ വരുണിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഒന്നും അറിയാത്ത പോലെ വരുണ പൂർണ്ണമായിട്ട് മൂടിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഹേമ വന്നിട്ട് ആ മുറിക്കകത്തേക്ക് വരുമ്പോൾ മാനസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്ത് പറ്റി മാനസ, നീ എന്തിനാണ് ഇങ്ങനെ പുതച്ചു മൂടി കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ എന്നെ കുറച്ചു നേരം ഒന്ന് തനിച്ചു വിടാമോ, എനിക്ക് സ്വസ്ഥത തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് തലവേദന, അമ്മ ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ഹേമ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് പുതപ്പ് മാറ്റി പിന്നെ വരുൺ പിന്നെ മാനസിയോട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാനസ എന്റെ തൊട്ടപ്പുറത്ത് വന്ന് കിടക്കുമെന്ന്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ വരുണിന്റെ പുതപ്പ് വലിച്ചെടുത്ത് വരുണെ ഉന്തി താഴെയിടുകയാണ്. എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന വരുൺ വീണ്ടും മാനസിയുടെ അടുത്ത് പോയിട്ട് നീ എന്നെ വലിച്ച് താഴെയിട്ടല്ലേ, നോക്കിയ കൃഷി എന്നെ ഒരുപാട് തവണ ആക്രമിച്ചിട്ടുള്ളതാണ്, എന്റെ കൈയും കാലെല്ലാം ഒടിച്ചിട്ടുള്ളതാണ്, എന്നിട്ട് എന്റെ വീര്യം എപ്പോഴെങ്കിലും കുറഞ്ഞോ, ആ എന്നെയാണോ നീ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നോക്കൂ മാനസ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം, നമ്മൾ രണ്ടുപേരും ഒരേ വൈബാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അങ്ങോട്ട് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം, നമുക്ക് രണ്ടുപേർക്ക് അങ്ങ് ലിവിങ് ടുഗദർ നടത്തിക്കളയാം. എന്നാൽ അത് കേട്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. മാനസികനെ ചുണ്ട് കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുൺ പൂർണ്ണമായും ഒരു റെമോയായി മാറിയിരിക്കുകയാണ്. തുറന്നു കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കൺമണിയുടെ അച്ഛനും അമ്മായിമാരും ഗോകുലും എല്ലാം കൺമണിയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കൺമണിക്ക് ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇവർ അറിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് വരികയാണ്. കാറിൽ നിന്ന് കൺമണി ഇറങ്ങുമ്പോൾ കൺമണിയുടെ നെറ്റിയിലുള്ള മുറിവ് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവുകയാണ്. തുടർന്ന് കൃഷി കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് ശ്രീനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ശ്രീനി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാലും എന്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ. എന്നാൽ അത് കേട്ട് കൃഷി അയ്യോ അച്ഛ, ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ചെറിയൊരു മുറിവ് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് അമ്മായിമാര് പിന്നെ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ്. ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, ഈ മുറിവ് എല്ലാം 2 ദിവസം കൊണ്ട് അങ്ങോട്ട് ഉണങ്ങിപ്പോയിക്കോളും. പക്ഷെ ഇന്ന് കൺമണി ഓഫീസിൽ നടത്തിയ പ്രകടനം കൺമണി മരിക്കുവോളം എല്ലാവരും ഓർക്കും, അതോർത്ത് ചേട്ടൻ അഭിമാനിക്കാൻ പറയുകയാണ്. തുറന്ന് ഓഫീസിലുണ്ടായ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് എല്ലാവരും കൺമണി അഭിനന്ദിക്കുകയാണ്, വീണ്ടും വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. തുറന്ന് കൃഷ് പരസ്യമായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് കൺമണിയോട് നന്ദി പറയുകയാണ്. കൺമണിയെ കുറിച്ച് വാഞ്ഞോളം പുകഴ്ത്തുകയാണ് കൃഷ്. തുറന്ന് കൃഷി പിന്നെ ഇവരോട് ഈ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസം കൺമണി ഓഫീസിലേക്ക് വരേണ്ട, കൺമണി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് അമ്മായിമാര് പിന്നെ കൃഷി ഒന്ന് കളിയാക്കുകയാണ്. കൺമണിക്ക് റെസ്റ്റ് കൊടുത്തൊക്കെ ശരി തന്നെ, ലീവ് എടുത്തൊക്കെ ശരി തന്നെ, പക്ഷേ 2 ദിവസം കൺമണിയെ കാണാതിരിക്കാൻ കൃഷ് സാറിന് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണനെ കളിയാക്കുകയാണ് അമ്മായിമാര്. എന്നാൽ അത് കേട്ട് ഗോകുൽ പിന്നെ അമ്മായിമാരോട് അയ്യോ അമ്മായിമാരെ, അതോർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അപ്പയ്ക്ക് കൃഷ് സാറിനെ എപ്പോൾ കാണണമെന്ന് വിചാരിച്ചാലും കൃഷ് സാർ അപ്പോൾ അങ്ങോട്ട് വരുമെന്ന് പറയുകയാണ്. എന്നാൽ ഗോകുലിന്റെ മറുപടി കേട്ട് കൃഷും കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ചെവിയിലാണ് പറയുന്നത് ഞാൻ ഇവിടെ എന്നും രാത്രി നിന്നെ കാണാൻ വരുന്ന കാര്യം ഇവനെങ്ങാനും വെട്ടി തുറന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരിങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഗോകുൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുമോ എന്നോർത്ത്. തുടർന്ന് ഗോകുൽ കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് ഗോകുൽ പിന്നെ മാറ്റി പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചത് അപ്പയ്ക്ക് കൃഷ് സാറിനെ എപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചാലും സാറിന് എപ്പോൾ വേണമെങ്കിലും ഈ ഇങ്ങോട്ട് വരാമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തുടർന്ന് ശ്രീനി പിന്നെ കൃഷ്ണനോട് നന്ദി പറയുകയാണ്. കൺമണിയെ രക്ഷിച്ചു കൂട്ടിക്കൊണ്ട് വന്നതിനൊക്കെ നന്ദി പറയുകയാണ്. കൺമണിക്ക് ഇങ്ങനൊരു അംഗീകാരം കിട്ടാൻ കാരണം കൃഷ്ണാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൃഷ്ണ കുറെ പുകഴ്ത്തുകയാണ്. തുടർന്ന് കൃഷ്ണൻ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണി കൃഷ്ണ തടഞ്ഞുകൊണ്ട്
സാർ പോകാൻ വരട്ടെ. സാർ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എന്ത് സർപ്രൈസ് തരുമെന്നാണ് സാർ പറഞ്ഞത്, അതിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, അതൊരു സർപ്രൈസ് അല്ലേ കൺമണി, അത് സർപ്രൈസ് ആയിട്ട് കൺമണിക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കവിളിൽ തലോടിക്കൊണ്ട് കൃഷ് അവിടുന്ന് പോവുകയാണ്. തുറന്നു കാണിക്കുന്നത് ബലരാമന്റെ വീടാണ്. ബലരാമൻ രാത്രി വീട്ടിൽ വന്നു കയറിയിരിക്കുകയാണ്. ഒരു ഇലക്ട്രിക് കാറിലാണ് ബലരാമൻ വന്നു കയറുന്നത്. ഇലക്ട്രിക് കാർ ആകുമ്പോൾ സൗണ്ട് ഒന്നും വരില്ല. തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങി ബലരാമൻ വീട്ടിൽ കയറാൻ നേരം ഒരു ഗുണ്ട ബലരാമനെ ആക്രമിച്ച് താഴെ ഇടുകയാണ്. എന്നാൽ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബലരാമൻ ഒന്ന് ഷോക്ക് ആവുകയാണ്. തുടർന്ന് ആ ഗുണ്ട ഒരു കത്തി എടുത്തിട്ട് ബലരാമന്റെ നേർക്ക് എറിയുകയാണ്. ബലരാമനെ ആക്രമിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ബലരാമനെ ഒന്ന് പേടിപ്പിക്കണം. അതിനുവേണ്ടി ബലരാമന്റെ നേർക്ക് ഒരു കത്തി ബലരാമന്റെ സൈഡിലേക്കാണ് എറിയുന്നത്. തുടർന്ന് ബലരാമന്റെ തലയുടെ സൈഡിലേക്കാണ് ആ കത്തി വന്ന് വീഴുന്നത്. തുടർന്ന് ആ ഗുണ്ട പിന്നെ ബലരാമനെ വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്. ഇനിയും നീ സാഗർ കുടുംബത്തിൽ കയറി കളിച്ചാൽ ഈ കത്തി നിന്റെ നെഞ്ചത്തായിരിക്കും കൊള്ളുക. അങ്ങനെ ബലരാമനെയും സാഗറിനെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി ഏതൊരു മണ്ടശിരോമണിയുടെ ബുദ്ധിയാണ് ഈ ഗുണ്ടാക്രമണം. തുറന്ന് ആ ഗുണ്ട അവിടെ നിന്ന് പോവുകയാണ്. തുറന്ന് ഗുണ്ട പോയ ശേഷം ബലരാമൻ അയാൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അകത്ത് നിന്ന് ബാഗ്ശ്രീ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ബാഗ്ശ്രീ നോക്കുമ്പോൾ ബലരാമൻ താഴെ വീണ് കിടക്കുന്നതാണ് ബാഗ്ശ്രീ കാണുന്നത്. ബലരാമന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുമുണ്ട്. തുടർന്ന് ബാഗ്ശ്രീ വേഗം തന്നെ വന്ന് ബലരാമനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്ത് പറ്റി ചേട്ടാ, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. ആരാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ബലരാമനുണ്ടായ കാര്യം പറയുകയാണ്. തുടർന്ന് ബാഗ്ശ്രീ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ, അയ്യോ ബാഗ്ശ്രീ അത് വേണ്ട, പോലീസിൽ പരാതിപ്പെട്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്യുക എന്റെ അച്ഛനെ ആയിരിക്കും, സാഗറിനെ ആയിരിക്കും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുക. എന്നാൽ അത് കേട്ട് ബാഗ്ശ്രീ ഒന്ന് ഞെട്ടുകയാണ്. അതെന്ത് പറ്റി ചേട്ടാ, അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ട പറഞ്ഞ കാര്യം ബാഗ്ശ്രീയോട് പറയുകയാണ് ബലരാമൻ. ഇല്ല, എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇത് മറ്റോ ആരുടെ കളിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബാഗ്ശ്രീ, അതൊന്നും ചേട്ടൻ ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും പോലീസിൽ പരാതിപ്പെടാം, ഇത് ആരുടെ പണിയാണെങ്കിലും സത്യം പുറത്തു വരട്ടെ എന്ന് പറയുകയാണ് ബാഗ്ശ്രീ. ചേട്ടന്റെ കാറ് വന്ന സ്വരം ഞാൻ കേട്ടു, പക്ഷെ ചേട്ടനകത്തേക്ക് വരാതെയായപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഞാൻ പുറത്തു വന്നതാണ്. തുറന്ന് ബാഗ്ശ്രീ ബലരാമനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗറാണ്. സാഗർ നിഗൂഢമായിട്ട് വളരെ രഹസ്യമായിട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ കാര്യം മറ്റാരും അറിയാൻ പാടില്ല, വളരെ രഹസ്യമായിട്ടായിരിക്കണം ഈ കാര്യം സൂക്ഷിക്കേണ്ടത്. പിന്നെ താനിങ്ങി എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ശരിക്കുള്ള നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, ഒരു ഫേക്ക് നമ്പറിൽ നിന്ന് താൻ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് സാഗർ. ഒരു നിമിഷം ബലരാമനെ ആക്രമിച്ച ഗുണ്ടയോടാണ് സാഗർ സംസാരിക്കുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. കൃഷ്ണൻ കണ്ട് വേഗം തന്നെ സാഗർ ആ ഫോൺ വെക്കുകയാണ്. അത് കണ്ട് കൃഷ്ണൻ എന്തൊരു പന്തികേട് തോന്നുകയാണ്. എന്താണ് ഒരു ഗൂഢാലോചന എന്നൊക്കെ ചോദിക്കുമ്പോൾ സാഗർ, നിന്റെ അച്ഛനല്ലടാ ഞാൻ. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ സാഗറിനെ കളിയാക്കുകയാണ്. അതെന്താ അച്ഛാ അങ്ങനെ ഒരു ടോക്ക്, മകന്റെ സ്വഭാവമല്ലല്ലോ അച്ഛന് കിട്ടേണ്ടത്, അച്ഛന്റെ സ്വഭാവമല്ലേ മകന് കിട്ടുക. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. തുറന്ന് കൃപയുടെ അടുത്ത് കൃഷി പിന്നെ അമ്മയുടെ സർപ്രൈസിനെ കുറിച്ച് ചോദിക്കുകയാണ്. തുറന്ന് കൃപ, അതൊക്കെ വഴിയെ അറിഞ്ഞോളും, എന്തായാലും അധികം വൈകാതെ നമുക്ക് ആ ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യാമെന്ന് പറയുകയാണ് കൃപ. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ വെട്ടി തുറന്ന് കൃപ ഒന്നും തന്നെ പറയുന്നില്ല. തുറന്ന് സാഗർ പിന്നെ കൃപയോട്, കൃപ നീ ഒന്ന് കുറച്ചു നേരം മാറി നിൽക്കൂ, എനിക്ക് കൃഷ്ണനോട് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കാര്യം പറയാനുണ്ട്. എന്നാൽ അത് കേട്ട് കൃപ, അതെന്താണെങ്കിലും എന്നോടും കൂടി പറയണം, ഇപ്പോഴല്ല പിന്നീട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കൃപ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ കമ്പനിക്ക് കുറച്ച് ഫണ്ട് വളരെ അത്യാവശ്യമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, അച്ഛൻ എത്ര കോടിയാണ് വേണ്ടത്, 1 കോടിയാണോ 2 കോടിയാണോ, അതൊക്കെ സിമ്പിൾ ജുജുബി എന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട സാഗർ, അത്രയൊന്നും പോരാ, ഒരു 200 കോടി വളരെ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. അതെന്ത് പറ്റിയ അച്ഛൻ ഇത്രയും വലിയൊരു ഫണ്ടിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് പിന്നെ ജയമോഹന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ ജയമോഹൻ 200 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജയമോഹനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്കും അറിയാമല്ലോ, ഞാനും ജയമോഹനും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു ഒലച്ചിൽ സംഭവിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ജയമോഹൻ ആ തുക അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ തുക കരുതിയിരിക്കണം. ആ തുക കൊടുത്ത ജയമോഹനെ അലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് കൃഷ്, ഇത് എന്റെയും കൂടി ആവശ്യമായി പോയി, അച്ഛൻ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട, അതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നീട് കണ്ടെത്താമെന്ന് പറയുകയാണ്. ആദ്യം അമ്മ ഒരുക്കിയ സർപ്രൈസ് എന്താണെന്ന് ചോദിക്കുകയാണ്. അതൊന്ന് ഞാൻ അന്വേഷിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് കാണിക്കുന്ന ഹേമയാണ്. ഹേമ ജയമോഹന്റെ അടുത്ത് ഇന്നുണ്ടായ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ പിന്നെ ഹേമയോട്, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കാരണം നമ്മുടെ മകളാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ മാനസിയെ വൈറ്റ് വാഷ് അടിക്കുകയാണ്. അങ്ങനെ എല്ലാ കുറ്റവും എന്റെ മോളെ മാനസിയുടെ തലയിൽ കൊണ്ടിടണ്ടെന്ന് പറയുകയാണ്. ഇതിൽ തുല്യ പങ്കാളിത്തം അവരുടെ കുടുംബത്തിനുമുണ്ട് എന്ന് പറയുകയാണ്. മാനസികമായിട്ട് കൃഷ്ണന്റെ കല്യാണം ഉറപ്പിച്ചത് നമ്മളല്ല അവരാണെന്ന് പറയുകയാണ്.
ഇങ്ങനൊരു കല്യാണ കേസുമായിട്ട് പ്രപ്പോസൽ കൊണ്ടുവന്നത് നമ്മളല്ല, അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, ആന്റിയമ്മ തന്നെയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ പിന്നെ ഹേമയോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല, കൃഷിന്റെ മനസ്സറിയാതെയല്ലേ നമ്മൾ ഈ കല്യാണം ഉറപ്പിച്ചത്. എന്നാൽ അത് കേട്ട് ഹേമ, അതെ, കൃഷിന്റെ മനസ്സ് നമ്മളല്ലല്ലോ അറിയേണ്ടത്, അവരല്ലേ അത് അറിയേണ്ടിയിരുന്നത്. കൃഷിന്റെ മനസ്സറിയാതെയാണോ ഇങ്ങനൊരു കല്യാണാലോചനയുമായിട്ട് അവർ വന്നത്? അവരിന്ന് നമ്മുടെ മകളെ കടിച്ചു കയറുമ്പോൾ നമ്മൾ അവർക്കൊപ്പം നിന്ന് അത് കണ്ട് ആസ്വദിച്ചു നിന്നു. നമ്മൾ നമ്മളുടെ മകളോട് ചെയ്ത് വലിയൊരു തെറ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, മാനസം ഒന്നും കഴിക്കാതെ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുക മുറിയിൽ തലവേദനയും ആയിട്ട്. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ജയമോഹൻ. നമ്മളിങ്ങി നമ്മുടെ മകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അവളിങ്ങി നമ്മൾ കുറ്റപ്പെടുത്തിക്കൂടാന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ജയമോഹൻ, നീ പറഞ്ഞ് ശരി തന്നെയാണ്, നീ ഒരു കാര്യം ചെയ്യ്, മാനസി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്, ഞാൻ മാനസിയോട് നേരിട്ട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് ഹേമ പിന്നെ മാനസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മാനസിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. തുടർന്ന് ഹേമ അവിടെ നിന്ന് പോയ ശേഷം ജയമോഹൻ ഹേമ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹേമ പറഞ്ഞത് ശരി തന്നെയാണ്, എല്ലാത്തിനും കാരണം സാഗറിന്റെ കുടുംബമാണ് തങ്ങളെ ചതിച്ചിരിക്കുന്നത്, പാവം എന്റെ മകൾ മാനസ. എന്നാൽ ഈ സമയത്ത് ഹേമ മാനസിയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ജയമോഹന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയാണ് മാനസ താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ പണ്ടത്തെ ചങ്ങരൻ വീണ്ടും തെങ്ങമ്മ കയറിയിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.